ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാൽവരി മൗണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ അതും കൂടെ കാണണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തേക്കുന്നത് കാൽവരി മൗണ്ടിലാണ്. ഗോവിങ് സഹാറ എന്നാണ് പേര്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടെയാണ് നമ്മൾ ഒരു ദിവസം താമസിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ഫ്രെയിം ഹൗസാണ്. 7 പേർക്കും 8 പേർക്കൊക്കെ കിടക്കാൻ പറ്റിയൊരു ഹൗസാണ്. നമ്മളപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ അതാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ ഇതേപോലെ പിള്ളേർക്ക് കളിക്കാൻ ഊഞ്ഞാലുണ്ട്, പിന്നെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. ക്യാമ്പ് ഫയർ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, അതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പല ടൈപ്പ് ഹൗസുകളുണ്ട്, ഡോർമെറ്ററി സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗോവിങ് സഹാറ എന്നാണ് പേര്. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ തേയിലത്തോട്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 4:30-5 മണിയായി. അതാണ് എല്ലാവരുടെയും ഫേസൊക്കെ ആകെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഗ്ലാസ് ഹൗസ് ആയിരുന്നു. അതേപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മഡ് ഹൗസും ആയിരുന്നു. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഫ്രെയിം ഹൗസ്. നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നത് അവിടെ ഒരു കിച്ചണും ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീട് കാണാം. നമ്മൾ ഫ്രെയിം ഹൗസായിരുന്നു. മേളിലും താഴെയായിട്ടാണ് ഒരു ബെഡ് വരുന്നത്. നമ്മുടെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രസമായിരുന്നു അവിടെ കാണാനും. രാവിലെ എഴുന്നേൽക്കുമ്പോഴും നല്ല ഭംഗിയായിരുന്നു. അതുപോലെ ഈ റൂം ആണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. 4 പേർക്ക് സുഖമായിട്ടൊരു കട്ടിലയിൽ കിടക്കാൻ പറ്റും. അതുപോലെ മേളിലത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. താഴേനേലും ഇഷ്ടമായത് എനിക്ക് മേളിലായിരുന്നു. നല്ലൊരു രസമായിരുന്നു കണ്ടോ. പുറത്ത് നന്നായിട്ട് ഫ്രണ്ടിലൊക്കെ ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരുന്നു. അവിടെ നിന്നൊക്കെ എങ്ങനെ നല്ല നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ റൂമൊക്കെ അലമ്പായി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ പൊക്കത്തേക്ക് പോകാം. പിന്നെ ഈ ഒരു ഹൗസിൽ ഒറ്റൊരു ബാത്റൂമേ ഉള്ളൂ. അതായിരുന്നു ഇച്ചിരി പോരായ്മ. അത് താഴെയാണ്. അപ്പോൾ 8 പേർക്കൊക്കെ കിടക്കുമ്പോൾ ഒരൊറ്റ ബാത്റൂം വെച്ചിട്ട് ഇത്തിരി പാടാണ്. എന്നാലും കുഴപ്പമില്ല. പൊക്കത്തത് ഈ ബെഡ് ഇതാണ്. അതുപോലെ ഇവിടെ ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ നൈറ്റ് വ്യൂ ആണ്. നൈറ്റ് അത്യാവശ്യം നല്ല തന്നെ തണുപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് വ്യൂ കാണാൻ. പക്ഷെ രാവിലെ എഴുന്നേറ്റില്ല. ഒരു 7:30-8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എണീറ്റത്.
അപ്പോഴേക്കും വ്യൂ ഒന്നും അങ്ങനെ ഉണ്ടായില്ല നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അഞ്ചുരുളി വാട്ടർഫോൾസ് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നൊരു 1 hour അടുത്ത് യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും വന്നതല്ലേ വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണിത്.
അങ്ങനെ നമ്മൾ അഞ്ചുരുളി റോഡ് കയറി. അങ്ങോട്ടേക്ക് ചെറിയ റോഡുകളാണ്. അപ്പോൾ ബസ്സാണ് ഫ്രണ്ടിലൊക്കെ എങ്കിൽ നമ്മൾ ബാക്കിൽ ഇങ്ങനെ പയ്യെ നിരങ്ങി പോകാൻ പറ്റുള്ളൂ. ബൈക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. കാറൊക്കെയാണ് എങ്കിൽ, ബസ്സൊക്കെയാണ് ഫ്രണ്ടിലെങ്കിൽ ഇതേപോലെ പയ്യെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തി. ഇവിടെയാണ് അഞ്ചുരുളി ടണൽ. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, ബസ്സുകളൊക്കെ വരുന്നതാണ്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. പോണ വഴിക്ക് ഒരു കുഞ്ഞു ഊഞ്ഞാൽ ഞാനവിടെ കണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ കൊച്ചിരുന്ന് ആടുന്നത് കൊണ്ട് എനിക്ക് ആടാൻ പറ്റിയില്ല. തിരിച്ച് വരുന്ന വഴിക്ക് ഞാനവിടെ ആടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. വേറെ എൻട്രൻസ് ഒന്നുമില്ല, അതുപോലെ വേറെ എൻട്രി ഫീസൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് ഒട്ടും സേഫ്റ്റി ഇല്ല. നമ്മുടെ സ്വന്തം റിസ്കിൽ തന്നെ വേണം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ. കയറോ പിടിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളും ഇല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നവർ സൂക്ഷിച്ചും കണ്ട് ഇറങ്ങുക. പിന്നെ വഴുക്കലും ഉണ്ട് വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ സൂക്ഷിച്ച് വേണം അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ നമുക്ക് ആ ടണലിൻ്റെ അങ്ങോട്ടേക്കും നടന്നു പോകാൻ പറ്റും. അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് റിസ്ക് എടുത്ത് പോകാൻ വയ്യാഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയില്ല. അത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ആ ടണലിൻ്റെ അവിടെ നിന്നാണ് പറഞ്ഞത്.
അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. തലേ ദിവസം തന്നെ നമ്മൾ ഹോട്ടലിൽ തന്നെ ഒരു രാത്രിത്തെ ഫുഡ് പറഞ്ഞത് ഈ ഹോട്ടലിൽ നിന്നായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടലാണ്, നല്ല ഫുഡുകളായിരുന്നതുകൊണ്ട് തിരിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ തന്നെയാണ് കയറിയത്. ഞങ്ങൾ ബിരിയാണിയും കുഴിമന്തിയുമാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോണ വഴിക്ക് കാൽവരി മൗണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് അത്യാവശ്യം നല്ല കയറ്റാണ്. പിന്നെ ബസ്സുകളൊന്നും വലിയ ബസ്സൊന്നും കയറൂലെന്ന് തോന്നുന്നു. താഴെ റോട്ടിൽ നിർത്തിയിട്ട് ആൾക്കാർ നടന്നു പോകുന്നതാണ് കണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. വലിയവർക്ക് 40 രൂപയും പിള്ളേർക്ക് 20 രൂപയുമാണ് ഫീസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. അതിൻ്റെ അടുത്ത് ഞങ്ങളൊരു വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോകാമോ ഇല്ലയെന്ന് അറിയില്ല. ആ ഒരു വീടാണ് ആ അറ്റത്ത് കാണുന്നത്, ആ ഒരു പ്രോപ്പർട്ടിയിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ അധികം പോയില്ല, ഇനി കയറാമോ ഇല്ലയെന്ന് അറിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് പോന്നു.
അങ്ങനെ നമ്മളൊരു 6:30 കഴിഞ്ഞപ്പോൾ തന്നെ മൂവാറ്റുപുഴയ്ക്ക് എത്തി. അവിടെ വേറെ എവിടെയും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. മൂവാറ്റുപുഴയ്ക്ക് എത്തിയപ്പോഴാണ് ബ്ലോക്ക് തുടങ്ങിയത്. പിന്നെ പയ്യാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളൊരു 7:30-8 മണിയായപ്പോഴേക്കും വീടെത്തി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബൈ. ഗുഡ് നൈറ്റ്. അപ്പോൾ ബൈ ഗായ്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണേ.